കേരള മക്കളുടെ അസോസിയേഷൻ കടക്കൽ യൂണിറ്റിന്റെ സഹായത്തിന് ഈ യോഗത്തിന്റെ മാന്യ മാധ്യമപ്രവർത്തക മിത്രങ്ങളെ, ഞങ്ങൾ വളരെ വർഷങ്ങളായി ഇവിടെ മാധ്യമപ്രവർത്തക രംഗത്ത് സജീവമായി ഉള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ പല ഓണാഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. എങ്കിലും ഈ ഓണത്തിന്റെ സവിശേഷത നമ്മുടെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യവും വരുന്നവരല്ല. നമുക്ക് യാതൊരു ഓണോ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങളോ സർക്കാരൊന്നും ചെയ്തു തരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളൊക്കെ വളരെ റിസ്ക് എടുത്ത ജോലിയാണ് ചെയ്യുന്നത്. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കുള്ള ജോലിയാണ്. അതിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ടാകാം, അതുപോലെ മറ്റ് വിഷയങ്ങൾ. അപ്പൊ നമ്മൾ ഒരു പോക്സോ കേസിൽപ്പെട്ട പ്രതിയെ പോലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് വളരെ വലുതായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന മേഖലയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ മാധ്യമ പ്രവർത്തകരെ ഒന്ന് സഹായിക്കാൻ നാളിതുവരെ ഒരു സംഘടനകളും മുന്നോട്ട് വന്നിട്ടില്ല. സർക്കാർ തലത്തിൽ നമ്മൾ പല അപേക്ഷകളും വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണം, ESI സൗകര്യം ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള പ്രപ്പോസൽ വെച്ചെങ്കിലും എല്ലാ സർക്കാരുകളും അത് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ സ്വയം സുരക്ഷ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പത്രപ്രവർത്തകരുടെ ഒരു മുഖ്യ അജണ്ട. കാര്യം എന്നിട്ട് പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ജനസേവന പ്രവർത്തനം, മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഒരു ജനസേവന പ്രവർത്തനം കൂടി എന്ന നിലയ്ക്ക് അതിനെ ഉൾക്കൊള്ളുക. അതുപോലെ നമ്മൾ സ്വയം പ്രതിരോധിക്കുക എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ഓണത്തിന് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് കടക്കൽ മേഖല തീരുമാനിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ, അതുപോലെ വിശേഷിച്ച നമ്മുടെ VS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരൊക്കെ അതിന് മുൻകൈ എടുത്തിറങ്ങുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പൊ അവർക്ക് വളരെ മാന്യമായി ഓണം ആഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു കിറ്റ്, അതിലിപ്പോ തന്നെ 10 കിലോ അരി തുടങ്ങി നമുക്ക് പായസം വരെയുള്ള പച്ചക്കറി മുതലുള്ള എല്ലാ വിഭവങ്ങളും അടങ്ങുന്ന ഒരു 3000-ഓളം വില വരുന്ന കിറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട കടക്കൽ SHO ശ്രീ ചെറുവൂർ ജോർജ് സാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി RS ബിജു ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ നമ്മുടെ സംസ്ഥാന രക്ഷാധികാരി ശങ്കർ സാറ്, ജില്ലാ സെക്രട്ടറി VS ഉണ്ണി തുടങ്ങി നമ്മുടെ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗോവൻ, രാജേഷ്, ഷാനവാസ് തുടങ്ങി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മനോജ് ഉൾപ്പെടെയുള്ളവര്, ഞങ്ങളോട് ഷാജി, എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വേള ധന്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഷാനവാസിനെ ക്ഷണിക്കുന്നു. ഹലോ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈ ഓണം നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ ഇടവരട്ടെ. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എന്റെ പേരിലും അസോസിയേഷന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന രക്ഷാധികാരി ശ്രീ ശങ്കർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കടക്കൽ SHO, പഞ്ചായത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി മാധ്യമ സുഹൃത്തുക്കള് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ പ്രാരംഭം മുതൽ ഈ അസോസിയേഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു യൂണിറ്റാണ് കടക്കൽ യൂണിറ്റ്. കടക്കൽ യൂണിറ്റ് പിന്നെ അസോസിയേഷന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ, സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഞാൻ ഈ കടക്കലിലെ മാസത്തിൽ 2-3 പ്രാവശ്യം വിസിറ്റ് ചെയ്യുമായിരുന്നു. കൂടുതലും പോലീസ് കേസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരിക. അങ്ങനെ യൂണിറ്റ് നമ്മുടെ അഭിവൃദ്ധി പ്രാപിക്കുകയും നല്ലൊരു യൂണിറ്റായി ഇപ്പോൾ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഓണം നമ്മുടെ മെമ്പർമാർക്കെല്ലാം നല്ലൊരു രീതിയിൽ ആഘോഷിക്കാനുള്ള ഓണക്കിറ്റ് നൽകുന്നതിൽ അതിലും വലിയ സന്തോഷമുണ്ട്. ഇതോണമുള്ള
ഈ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഹലോ, നമ്മുടെ ഓണാശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ സെക്രട്ടറി വി സുണ്ണികൃഷ്ണനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ദേശൻ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നല്ലൊരു ഓണത്തിന്റെ പേരിലായി. അപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ വർഷകാലങ്ങളായി നിൽക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരെ അതിരിക്കും. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഈ വർഷത്തെ ഓണം ആഘോഷിക്കുവാൻ വേണ്ടി നമ്മുടെ സംഘടനയിൽ നിന്നുള്ള ഒരു സഹായം എന്നുള്ള ഒരു കിറ്റ് വിതരണം ആണ് ഇവിടെ നടക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ RS ബിജുവാണ്. നമ്മുടെ ഏതൊരു കാര്യത്തിലും നമ്മളോട് തോളോട് ചേർന്ന് നിൽക്കുന്ന ശ്രീ RS ബിജുവിനെ, അദ്ദേഹം കട്ടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, നമ്മുടെ ഇപ്പോഴത്തെ പ്രഭാകരൻ, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള കടക്കൽ SHO ജ്യോതിഷ് സാർ, നമ്മുടെ രക്ഷാധികാരി, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, നമ്മുടെ മറ്റു ഭാരവാഹികൾ, പ്രിയമുള്ള പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ, ഇന്നത്തെ ദിവസം കടക്കലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷ പരിപാടികളാണ്. ഞങ്ങളുടെ തന്നെ 6 പരിപാടിയാണ്. 3 സ്കൂളുകൾ, UPS, ചിന്നേരി ഗ്രാമപഞ്ചായത്ത്, പോലീസ് സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി, എല്ലായിടവും ഉത്സവ പരിപാടി നടത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ജീവനക്കാരും ജനപ്രതിനിധികളും എല്ലാം കൂടി കൂട്ടായിട്ടുള്ള കുറെ ഡാൻസുകളും മറ്റൊക്കെ ഒരാഴ്ചയായിട്ട് പ്രാക്ടീസാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പരിപാടി തുടങ്ങാൻ നേരത്താണ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് വരുന്നത്. എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വരുന്നതിലുണ്ടാകുന്നൊരു സന്തോഷം, പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനം വളരെ സുതാര്യമായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് നാടിന് വലിയ ഗുണം ചെയ്യും. നാടിന് ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്തവന്റെ ശബ്ദം എന്നാണ് പറയുന്നത്. നമ്മുടെ ആരും കേൾക്കാതിരിക്കുന്ന, ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അതിൽ പ്രാദേശിക ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യമുള്ളത്. പ്രാദേശികമായിട്ടുള്ള ദൃശ്യ പത്രമാധ്യമങ്ങൾക്ക് എല്ലാം തന്നെ. അപ്പൊ അതിനകത്തുള്ളത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങൾ, അതിൽ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളിൽ അടക്കം വരുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിയും. അതിലൂടെ അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ദൃശ്യ പത്രമാധ്യമങ്ങളുടെ ഇത്. ഞങ്ങളുടെ പത്രപ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവരുടെ പിന്നെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മുടെ താഴെത്തട്ടിൽ എല്ലാ രൂപത്തിലും നടത്തുന്നു. ആ ന്യൂസുകൾ എത്രത്തോളം വരുമോ അതനുസരിച്ചാണ് ജനങ്ങൾ പത്രം വായിക്കുന്നത്. അതൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് 10-20 വർഷമാകുമ്പോൾ നമ്മുടെ ഗംഗൻ കിടക്കൽ വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേക്ക് പലരും കാത്തിരിക്കുകയാണ് ഗംഗന്റെ പത്രം വരുന്നതിന്. അന്ന് ആരെയാണ് ഗംഗൻ പിന്നെ ടാർഗറ്റ് ചെയ്തേക്കുന്നത്? ഇതാണ് പ്രശ്നം. ഒരു മനുഷ്യനെയും മുഖം നോക്കാം. അല്ലെങ്കിൽ ബാങ്കിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ഈ ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ അനീതിക്കെതിരെ പൊരുതുവാനുള്ള ഒരു ശക്തിയായി എന്റെ അഭിപ്രായത്തിൽ ഈ പത്രപ്രവർത്തക യൂണിയന്റെ പ്രവർത്തനം ഒറ്റക്കെട്ടായി, അതിനകത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ ദൃശ്യമാധ്യമങ്ങളെന്നോ പത്രമാധ്യമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി സമൂഹത്തിനുണ്ടാകുന്ന ദുർചെയ്തികളെ കുറച്ചു മാറ്റാൻ ഞാൻ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം കൃത്യമായിട്ട് മുന്നിൽ തന്നെ നോക്കട്ടെ. അതിനിപ്പം സ്വന്തം വീട്ടിലുള്ളവരാണെങ്കിൽ പോലും ഞാൻ അതിന് പ്രാധാന്യം ആരെങ്കിലും അതിനുണ്ടെങ്കിൽ പോലും അതിന് പ്രാധാന്യം കൊടുത്തില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അതിന്റെ ദുർചെയ്തികൾ കണ്ട് ഞാൻ ഭീകരമായ അവസ്ഥ കണ്ടയാളാണ്. ഒരു വീട്ടിലുണ്ടായ ഒരു പയ്യന്റെ അതിക്രമത്തെ കണ്ട് ഞാൻ വല്ലാതെ വന്നിട്ടുണ്ട്. കാരണം നല്ല രൂപത്തിൽ നമ്മളോട് ഇടപെട്ടില്ല
ആ പയ്യൻ ഒരു വേട്ടപ്പട്ടിയെ പോലെ ആ വീട്ടിലെ സകല സാധനങ്ങളും അടിച്ചു തകർക്കുന്ന തരത്തിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കുവാൻ പോലീസിന് വലിയ രൂപത്തിൽ ഇടപെടണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം അനിവാര്യമാണ്. കണക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തങ്ങളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നു. പോലീസ് സാറിന്റെ ആഗ്രഹത്തിന് ശേഷം നമ്മുടെ മേഖല വിട്ടുപോയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. കണക്കര പോലീസ് സ്റ്റേഷന്റെ പരിധി കഴിഞ്ഞിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വ്യാപാരം പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അത് പത്രമാധ്യമങ്ങൾക്കും പോലീസിനും അത് പൊതുജനങ്ങളുമായിട്ടൊരു വലിയ ബന്ധമുണ്ടെങ്കിൽ സാധിക്കുന്നു. ആ ഒരു ബന്ധം പോലീസ് സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് ന്യൂസ് ലഭിക്കുന്നതായി ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഒരു കാര്യം ചെയ്യുന്നത് അത് കണ്ടെത്തുവാൻ പിന്നെ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ ജനം അവിടെ ഇടപെടുന്നുണ്ട്. ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാറ് വന്ന് സാർ പോകല്ലേ, സാർ നിൽക്കണേ, എനിക്കൊരു വിഷയമുണ്ട്, ഞങ്ങളുടെ വാർഡിൽ ഇന്ന പ്രദേശങ്ങളിലുണ്ട്, സാർ അവിടെ 2 മാസം ഇറങ്ങിയാൽ പിന്നെ എന്ന് പറയുന്നതിലേക്ക് അവർ വരുന്നു. ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾ വരുന്നത് കണ്ടാൽ, നിങ്ങൾ അവിടെ ഇടപെടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ, പത്രമാധ്യമക്കാർ അവിടെ നില്ലെന്ന് കണ്ടാൽ മിക്ക സ്ഥലങ്ങളിലും ഈ പോലീസ് ഇറങ്ങി ആത്മഹത്യ ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ സത്യസന്ധതയോടുകൂടി അവിടെ ആ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിന് പരിഹാരം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുവാൻ ഈ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് കഴിയും. അതിനാരും നോക്കാതെ തെറ്റ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ എനിക്കെതിരെ ആരും വന്ന് കൈകാര്യം ചെയ്യണം. എന്റെ അഭിപ്രായതാണ്. തെറ്റ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ തന്നെ അതിനകത്ത് മുഖം നോക്കേണ്ട ഒരു കാര്യം. പക്ഷേ സമൂഹത്തിൽ സാധാരണപ്പെട്ടവന് വിശ്വാസത്തോടെയും പാതിരാത്രിയിൽ എപ്പോഴും സ്ത്രീജനങ്ങൾക്കടക്കം നമ്മുടെ പ്രദേശത്ത് വന്നു പോകുന്നതിന് ഒരു തടസ്സമുണ്ടാകാത്ത പോകാൻ പറ്റുന്ന ഒരു ഇടമാണെന്ന് കാണുന്നത് പത്രപ്രവർത്തകരുടെയും പോലീസിന്റെയും വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ പത്രപ്രവർത്തകരുടെ ഇടപെടൽ എല്ലാ മേഖലയിലും ചില വിഷയങ്ങളിൽ കടയുടെ ടൗണിലുണ്ടായിരുന്ന ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ചില പത്രക്കാർ അറിയുന്നു. അപ്പൊ എന്നെ വിളിച്ച് അവിടെ എല്ലാ വിഷയങ്ങൾക്ക് എന്താണ് എനിക്ക് ചോദിക്കുന്നത്. ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപെടലിൽ നിന്നുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പൂർണ്ണമായും കയ്യിലെടുത്തുകൊണ്ട് ഉള്ള പത്രപ്രവർത്തനം, ദൃശ്യമാധ്യമ പ്രവർത്തനം അത് തന്നെയാണ് നമ്മുടെ നാട്ടിന് അനിവാര്യമായിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആ രൂപത്തിൽ പ്രവർത്തനം നടത്തുന്നതാണ്. ചില വിഷയത്തിനകത്ത് ഈ നിയമവും ചട്ടവും വെച്ചുകൊണ്ട് പൊരുന്നൊരു വിഷയം ഇടയ്ക്ക് യാത്രയിൽ ഒരു ബോർഡിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ SC/ST-യുടെ കൊല്ലത്തതിന്റെ കമ്മീഷൻ മറ്റൊക്കെ ഞങ്ങളൊരു കേസ് ആരംഭിച്ചു. പക്ഷേ ഞാനത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും രാജ്മോഹന്റെ ഇടപെടൽ രാജ്മോഹൻ ആ സ്ഫോട്ടിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ വിവരങ്ങളിലേക്ക് അതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ചില അധികാരങ്ങളുണ്ടെങ്കിൽ ആ അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് എതിരെ പ്രതികരിക്കുവാനും നമ്മുടെ അഭിപ്രായമുണ്ടെങ്കിൽ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ട് പോകുന്നത് ഇനി എന്റെ അഭിപ്രായത്തിൽ അടുത്ത നമ്മുടെ വർഷത്തെ സമ്മേളനം നമ്മൾ വിശാലമായ ഹാളിൽ കൂടാനുള്ള സംവിധാനം ഉണ്ടാവും. നമുക്ക് അങ്ങനെ തന്നെ കൂടാം. ഇവിടെ ഇല്ലാതെ ഒരു ഹാളിൽ കൂടുവാനും ഈ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനം പ്രവാസി ഇവിടെ സൂചിപ്പിച്ചു. കാരണം നിങ്ങൾക്ക് ഒരു ആനുകൂല്യമില്ല. അഥവാ ഏതെങ്കിലും ദിവസം ചെയ്യുമ്പോൾ പത്രക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അവർക്ക് ഒരു കമ്മീഷൻ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങളെ ഓൺലൈൻ ചാനലുകാർക്ക് അതുപോലെ ഇല്ലാത്തതാണ്. ഇതിന്റെ ചില പരസ്യങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന വരുമാനം മാത്രമേ. അപ്പൊ നിങ്ങളുടെ സമരങ്ങളും ഏത് ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അതാരായിരുന്നാലും ഇടതായിരുന്നാലും വലുതായിരുന്നാലും ആരായിരുന്നാലും നിങ്ങളുടെ അധികാരങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഐക്യത്തോടുകൂടിയുള്ള ഈ പ്രവർത്തനം നമ്മുടെ നാട്ടിന്റെ ഗുണകരമായി ഈ നാടിൽ അനീതി കാണിക്കുന്ന ആരായിരുന്നാലും അവർക്കെതിരെ പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് എല്ലാ ശക്തിയും അതിനകത്ത് തിരിഞ്ഞു നോക്കാതെ തന്നെ അങ്ങനെ പിന്നെ സമൂഹത്തിൽ ദോഷകരമായി ചെയ്യുന്നവർക്കെതിരെ മാന്യമായ രൂപത്തിൽ പെരുമാറാത്തതിനുള്ള നിങ്ങളുടെ പോരാട്ടം ശക്തമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് എനിക്ക് ഇതറിയാം വളരെ സത്യസന്ധതയോടുകൂടി പത്രപ്രവർത്തനം നടത്തുമ്പോൾ അതിന് നമ്മുടെ പോലീസ് സംവിധാനത്തിൽ അതിനുള്ള കരുത്തായി ജോലിസാറിന്റെ പ്രവർത്തനമുണ്ട്. അദ്ദേഹത്തിന് ഒരു കരുത്തായി നിങ്ങളുടെ പ്രവർത്തനം നടത്തും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലക്ഷ്യമില്ല.
കാരണം പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന നിലത്തിൽ ഇപ്പം കേരളത്തിൽ തന്നെ പറയരുത്, ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് സാധാരണയാണെങ്കിൽ പാർലമെന്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തിലാണ് കാലാകാലങ്ങളായി നടന്നുകൊണ്ടില്ല. പക്ഷേ മാധ്യമ പ്രവർത്തകരുടെയും ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെയും പത്രപ്രവർത്തകരുടെയും പ്രാദേശിക ചാനലുകളുടെയും ഇടപെടലിന്റെ ഭാഗത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേരളത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ഈ VD സതീശൻ. അത് പത്രദൃശ്യ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വിശ്വസിക്കുന്നതാണ്. അല്ലാതെ ഒരു ഭൂരിപക്ഷത്തിലാണെങ്കിൽ യഥാർത്ഥത്തിൽ പറയേണ്ടത് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കടക്കലിന്റെ പ്രദേശത്ത് ഒരു വലിയ ശക്തിയായി നിന്നുകൊണ്ട് അനീതിക്കെതിരെ പോരാടുവാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അതിന് ആരും വെട്ടിയടിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ചില വിഷയത്തിനകത്ത് പിന്നെ രാഷ്ട്രീയമായിട്ടല്ലാതെ തന്നെ വിക്കോസവും മറ്റുമൊക്കെ ചില അഭിപ്രായങ്ങൾ പറയണം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആ വിഷയങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ അവിടെ നടന്നത് ഇതാണ്. അവരിങ്ങനെ ആരായിരുന്നാലും നമുക്ക് എത്ര ബന്ധമുള്ള കാര്യത്തിന് ലോകൃത്വം കാണിച്ചതിനെ ആർക്ക് വേണ്ടതുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ശക്തിയും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. എന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് ഞങ്ങൾ. ആദരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹം ലഹരിക്കെതിരെ ഒരു ഒറ്റയാൾ പട്ടാളം പോലെ പൊരുതുകയാണ്. നിരവധി കേസുകളാണ്, നിലവിൽ ലഹരി കേസുകളാണ് അദ്ദേഹം ഇതുവരെ ചാർജ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സമൂഹത്തെ ഒരു ലഹരി വിമുക്ത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള കഠിന പ്രയത്നമാണ് അദ്ദേഹം കടക്കൽ ഉണ്ടാകണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മൊമെന്റോ നൽകി ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം 2 പേർക്ക് സംസാരിച്ചതിന് ശേഷം നമ്മുടെ കടക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ RS ബിജു അദ്ദേഹത്തെ ആദരിക്കും. അദ്ദേഹത്തെ സ്നേഹാദരത്തോടുകൂടി 2 പേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ വിശിഷ്ട അതിഥികൾ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ്. എല്ലാവരുടെ കയ്യിലും ഫോണാണ്, എല്ലാവരുടെ കയ്യിലും ഓൺലൈൻ വാർത്തകളും എത്താറുണ്ട്. ഇന്നത്തെ കാലങ്ങളിൽ മനോരമ, മാതൃഭൂമി പത്രം പോലുള്ള പത്രങ്ങൾ വായിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോണിന്റെ ഉപയോഗം കൂടുതലായതിന് ഓൺലൈൻ ചാനലുകൾ എല്ലാവർക്കും ഉണ്ട്. ഓൺലൈൻ വാർത്തകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ചെറിയൊരു വാർത്ത ഇടുമ്പോൾ പോലും ആ വാർത്ത എത്തിച്ചേരുന്നത് ലക്ഷ്യങ്ങളിലേക്കാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിലുള്ള ചില പ്രവർത്തനങ്ങൾ, പോലീസ് നടത്തുന്ന ലോയാൻഡോട പ്രവർത്തനങ്ങളായാലും ജനങ്ങൾക്ക് സേവന ചെയ്യുന്ന പ്രവർത്തനങ്ങളായാലും അത് ജനങ്ങളിലേക്ക് എത്തി പോലീസിനോട് ഏറ്റവും അടുത്ത് നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം മാധ്യമമാണ്. പോലീസിനെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായി പ്രദർശിപ്പിക്കാം, നെഗറ്റീവായിട്ട് പ്രദർശിപ്പിക്കാം. കടക്കരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും പോസിറ്റീവ് വാർത്തകളായിരിക്കാണ് കണ്ടിട്ടുള്ളത്. വിമർശനങ്ങൾ കണ്ടിട്ടുണ്ട്. വിമർശനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് തിരുത്താൻ പറ്റുന്നതെല്ലാം തിരുത്താറുണ്ട്. ചില വിമർശനങ്ങൾ എന്ന് പറയുന്നത് അത് തിരുത്തുന്നതിന് പകരം നമുക്ക് എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാം എന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഏത് വ്യക്തി ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുന്നാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, ലഹരിക്കെതിരെ പുതിയ സർക്കാർ ചുമതലയേറ്റിട്ട് എനിക്കൊഴും ആ വാർത്ത കണ്ടതേയുള്ളൂ. ഇന്നേക്കായപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പോസ്റ്റ് ഇപ്പം കണ്ടതാണ്. ഏകദേശം 10,000-ന് പുറത്ത് അറസ്റ്റും 1000 കിലോയ്ക്ക് പുറത്ത് കഞ്ചാവും 8.5 കിലോയ്ക്ക് പുറത്ത് ഇന്ത്യയും സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, ജൂണിൽ മെയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും കേസ് വളരെ തുച്ഛമായ കാലഘട്ടം കൊണ്ട് കേരളത്തിലുള്ള കേരള പോലീസിന്റെ എക്സൈസിന് പിടിക്കാൻ കഴിയും. ഈ 3 മാസ കാലയളവ് കൊണ്ട് ഇത്രയും കേസ് പോലീസിന്റെയും എക്സൈസിന്റെയും വർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾ വളരെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് തുറന്നു നോക്കുന്ന ചാനലുകളാണ്. മാതൃഭൂമിയോ റിപ്പോർട്ടറിലോ ഏതെങ്കിലുമൊക്കെ ചാനലുകളിൽ രാവിലെ, കാരണം ഈ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതലും ഞാൻ 2 വർഷക്കാലം നമ്മുടെ കൊല്ലം പോലീസിന്റെ ആസാഫിൽ പ്രവർത്തിച്ച ഒരു ദിവസം എടുത്തത് വെളുപ്പാങ്കാല സമയവും അല്ലെങ്കിൽ അർദ്ധരാത്രി. കാരണം നമ്മളെല്ലാവരെയും ഉറങ്ങി കിടക്കുമ്പോൾ ലഹരി കടത്താമെന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് നമ്മൾ ലഹരി കച്ചവടം.
അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ രാവിലെ എണീക്കുമ്പോൾ 5 മണിക്കായിരിക്കും കൊട്ടാരക്കര. കഴിഞ്ഞ ദിവസം തെന്മല 4.5 കിലോ 4.25 കിലോ കഞ്ചാവ് കുടിച്ചു, ഒരു 3 ദിവസം. അതും ഈ പറഞ്ഞ കണക്ക് വെളുപ്പാങ്കാലത്താണ്. ഞാൻ ഇവിടെ ആണ് ജില്ലാതേക്ക് നമ്മുടെ സിയേദ്രം അവിടെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് പോയത്. അതേപോലെ കഴിഞ്ഞ ദിവസം 143 ഗ്രാം MDMA ഒരു 10 വർഷത്തിനകത്ത് നമ്മുടെ കൊട്ടാരക്കര പിടിച്ചായിരുന്നു. അതും ഇതേ സമയങ്ങളിൽ. അപ്പൊ നമ്മളൊന്ന് വീക്ഷിച്ച് നോക്കിയാൽ രാവിലെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്, എനിക്കറിയാൻ പറ്റുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ദിവസവും എല്ലാവർക്കും ജനങ്ങൾക്കും അറിയാൻ പറ്റുന്നത് ഈ പറഞ്ഞ മാധ്യമം. കൊട്ടാരക്കരയുടെ കേസ് പിടിക്കുന്നത് കാസർഗോഡ് വരെ ഇരിക്കുന്ന ആൾക്ക് അറിയുന്നുമെങ്കിൽ നമ്മൾ മാധ്യമത്തിലൂടെ അറിയാൻ പറ്റും. അത് ഓൺലൈൻ മാധ്യമങ്ങളായാലും വലിയ വലിയ മാധ്യമങ്ങളായാലും അതിലേക്ക് ഒരുപാട് പങ്ക് വഹിക്കും. അപ്പൊ ഇപ്പോൾ ഉള്ള തൂഫാൻ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിരിക്കുന്നു. എല്ലാ വ്യക്തികളും പോലീസും എക്സൈസും കേസ് പിടിക്കാനായിട്ടുള്ള അധികാരമുള്ളതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ വ്യക്തികളും ഇതിനോട് വന്നില്ല. ഞാൻ രാഷ്ട്രാമ്യം എന്നപ്പോ എനിക്ക് ഒരു ഈ പറഞ്ഞ ഞാൻ ആയിട്ട് ബന്ധപ്പെട്ട കേസുകൾ പിടിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് ഇവിടെ പല വാർത്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകൾ പിടിച്ചതുമായിട്ട് കൊടുത്ത് എനിക്ക് എന്റെ ഈ കൊടുത്ത വാർത്ത കണ്ട് എന്നെ ഒരു സ്ത്രീ ബന്ധപ്പെട്ട സ്ഥലത്ത് ആ ബന്ധപ്പെട്ട സ്ത്രീ എനിക്ക് വേറെ ഒരു ബന്ധവുമില്ല. എന്റെ നമ്പർ എങ്ങനെയോ തപ്പി നമ്പർ പോലും കിട്ടിയില്ല. എനിക്ക് ഇതിനകത്ത് മെസ്സേജ്, ആ മെസ്സേജ് ഞാൻ എന്തോ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ എന്റെ ഒരു സുഹൃത്ത് വഴി അത് ബന്ധപ്പെട്ടു, എന്റെ ഒഫീഷ്യൽ നമ്പർ വാങ്ങി എനിക്കൊരു ഇൻഫർമേഷൻ. ആ ഒരു ദിവസവും ഞാൻ എടുക്കേണ്ടി വന്നില്ല. ആ ഇൻഫർമേഷൻ പ്രകാരം എനിക്ക് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി MDMA അതേപോലെ ഒരു മീഡിയം ക്വാണ്ടിറ്റി എനിക്ക് കുടിക്കാനുണ്ട്. അത് ആ ഒരു വാർത്ത അത്രയ്ക്ക് ഉപകരിച്ചു എന്ന് മനസ്സിലായി. കാരണം നമ്മളോട് വിശ്വാസം, വിവരം തന്ന വിവരം പുറത്തു പോകത്തില്ല എന്നുള്ള വിശ്വാസം. പലവരും വിവരം തരാനായിട്ട് പഠിക്കുന്നത് അവരെക്കുള്ള വിവരങ്ങൾ പുറത്തു പോയാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കും എന്നുള്ള പേടിയാണ്. സ്ത്രീകൾ ഒരുപാട് വിവരങ്ങൾ ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്ന സ്ത്രീകളാണ്. എനിക്കിപ്പോഴും ഞാൻ കടക്കിലിരിക്കുമ്പോഴും പല സ്ഥലത്തും കടക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല സ്ഥലത്തും വിളിച്ചു. എന്റെ ലിമിറ്റിലാണെങ്കിൽ കഴിവ് ഞാൻ സമീപ ലിമിറ്റിലാണെങ്കിൽ ഈ ജില്ലയിലെ ടാക്സ് ഓഫീസറുണ്ട്, അല്ലെങ്കിൽ സബ് ഡിവിഷനിലെ ടാക്സ് ഓഫീസേഴ്സുണ്ട്, സമീപത്തുള്ള ആ സ്കോഡുകളുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഞാൻ കൊടുക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മാതൃക നമുക്ക് കിട്ടുന്ന ഒരു വിവരം ചിലപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്ന ചിലപ്പോൾ വലിയൊരു കേസായിട്ട് അതിന് ഈ പറഞ്ഞ സംവിധാനം നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. കഴിഞ്ഞ ദിവസം ബഡ് സ്കൂളിൽ സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ ബഡ് സ്കൂളിൽ ഞാൻ പരിപാടി തന്നെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിരോധാഭാവം ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഞാൻ ഒഫീഷ്യലായിട്ടുള്ള അൺഒഫീഷ്യൽ പരിപാടിയാണ്. നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഒഫീഷ്യൽ ക്ലാസ് നമ്മൾ ചെയ്യുന്ന എന്താണെന്നുള്ള കാര്യം നമ്മൾ പ്രവർത്തി മാത്രം പറയുകയില്ല. അതിനപ്പുറം നമ്മൾ ക്ലാസ്സിൽ പ്രസരിക്കാൻ വേണ്ടിയും ചെയ്യുന്നു. ഞാനത് ചെയ്ത ജനുവായിട്ടുള്ള ഒന്നിനും കാര്യങ്ങൾ സംസാരിച്ചു. അതിനകത്ത് അവരെ ഒരു യൂണിഫോമിന്റെ കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. എനിക്ക് മുമ്പേ സംസാരിച്ച് അവരുടെ അപ്പൊ ഞാനത് അതിനകത്ത് കേന്ദ്ര സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും സംവിധാനത്തിലൂടെ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം ഭാഗത്തുള്ള സജി അദ്ദേഹം അതിന്റെ ഒരു ചെറിയൊരു വിഷയം കണ്ട് അതുപോലെ ഇതിൽ എന്റെ സുഹൃത്തുക്കളായ എന്നെ അറിയാവുന്നവർ എന്നെ അറിഞ്ഞുകൂടാത്ത ഒരാളെ ഗൾഫിൽ നിന്നും എന്നെ ബന്ധപ്പെട്ടു 3ഓളം പേരെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, സാർ എന്റെ സഹായമാണ് ആ സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാം. അതെനിക്ക് വളരെ സന്തോഷമായിട്ടു. എന്റെ വൈകുന്നേരം സജീവ് സജീവിന്റെ വാർത്ത ആ സ്കൂളിലെ വാർത്ത അവരെ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ഒരു സഹായം പല സ്കൂളുകളുണ്ട്. അവിടെ എല്ലാ സംവിധാനമുള്ള അപ്പൊ അവരൊക്കെ ഇത്രയും വലിയ സംവിധാനം ചെറിയൊരു വാർത്താക്കൾക്ക് കൊടുത്തതിലൂടെ കിട്ടി. നമ്മൾ ആരെങ്കിലും അഭ്യർത്ഥിച്ചിട്ടോ ചോദിച്ചിട്ടോ ഒന്നും ഒരു വാക്ക് കൊടുത്തപ്പോ അതിനുവേണ്ടി എന്റെ സുഹൃത്തുക്കളും എനിക്ക് അതുകൂടാതെ ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ എന്നെ ബന്ധപ്പെട്ട് സാർ ഞാൻ അതിനൊരു ഭാഗമാക്കാം, ഞാനും അതിന്റെ എന്താണ് യൂണിഫോം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സന്തോഷം. മുമ്പേ ഞാൻ ഒരാളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു യൂണിഫോം ആൾ മൊത്തം യൂണിഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഇവിടെ ചുണ്ടേരി സ്കൂളിൽ നമ്മുടെ സ്റ്റേഷൻ 2 സ്കൂളാണ്. അപ്പൊ അവിടെ അപ്പോൾ നമ്മൾ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംവിധാനം ടീച്ചർ എന്താണ് ചെയ്യാൻ. അപ്പൊ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നമ്മൾ ഇങ്ങനെ അപ്പൊ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഈ പറഞ്ഞ ഇതിലോട്ട് കൂടുതലായിട്ട് ആ ഒരു വാർത്ത സ്വാധീനിച്ചത് ചിലപ്പോൾ സർക്കാരിന്റെ ഇതിലോ നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണത്തിലോ എത്തിപ്പെടാൻ പറ്റാത്ത വാർത്തകൾ നമുക്ക് ഈ ദൃശ്യമാധ്യമത്തിലൂടെ കൊടുക്കാൻ കഴിയും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ല. നടന്ന ഒരു സംഭവം ഇത്രയും വിധിയായി അവരൊക്കെ സാക്ഷി പറഞ്ഞാൽ ടീച്ചറിനടുത്ത് വിളിച്ച് പറയുന്നില്ല. ടീച്ചർ ആൾക്കാർ ഇതേപോലെ പറഞ്ഞു ഞാൻ അവരുടെയൊക്കെ നമ്പർ തരാം, ടീച്ചർ നേരത്തെ സംസാരിച്ചു.
അതുകൊണ്ട് അവരൊക്കെ വളരെ സന്തോഷം. അവരെല്ലാവരും നമ്മുടെ കടയ്ക്ക് പോലീസ് സ്റ്റേഷൻ ആഘോഷം വളരെ സന്തോഷം. അപ്പൊ അതിനുള്ള ഈ ഒരു മാധ്യമ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് എന്താണ് അവരുടെ ഓണക്കിറ്റ് വിതരണവും ആഹാര സാധനങ്ങളും സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന മനസ്സും വളരെ വലുതാണ്. എല്ലാവരും പോലീസുമായിട്ടും ഭരണസമിതിയായിട്ട് സഹകരിച്ച് നല്ല നല്ല വാർത്തകൾ എത്തിച്ച് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് പോലീസിനെയും ഭരണസമിതിയെയും ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ കാലഘട്ടം മാറി കാലഘട്ടം പുതിയ രീതിയിലായി. അപ്പോൾ പോലീസിനെ എപ്പോഴും ജനങ്ങളോട് അടുപ്പിച്ച് നിർത്താൻ വേണ്ടി മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരുപാട് കഴിയും. അതിന് എല്ലാവരും എന്റെ നന്ദി, നമസ്കാരം. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട SHO ശ്രീ ജ്യോതിഷ്ഠിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം നമ്മുടെ കടയ്ക്കലിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള രണ്ടുപേരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഒന്ന് ഗോപനും ഒന്ന് രാജേഷുമാണ്. ഒരു 10-30 വർഷ കാലമായിട്ട് നമ്മുടെ മാധ്യമ രംഗത്ത് സജീവ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. അതിനുശേഷം നമ്മുടെ കിറ്റ് വിതരണം നടക്കും. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ SHO ആദരിക്കുന്നതിന് വേണ്ടി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഇപ്പം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് മൊമന്റോയും പൊന്നാടയും നൽകി ആദരിക്കുകയാണ്. നമ്മുടെ കടയ്ക്കൽ മേഖലയിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ശ്രീ ജ്യോതിഷ്ഠർ കടയ്ക്കൽ SHO അദ്ദേഹത്തെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു സ്വീകരിക്കുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകർ ശ്രീ ഗോപനെ ആദരം സ്വീകരിക്കുന്നതിനായി രാജേഷിനെ സ്നേഹപൂർവ്വ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാതൃഭൂമിയുടെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അദ്ദേഹത്തെ നമ്മുടെ സംസ്ഥാന രക്ഷാധികാരി ശങ്കർ സാറ് ആദരം സമർപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാന രക്ഷാധികാരി ശ്രീ ശങ്കർ സാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. വളരെ സന്തോഷം. ശ്രീ ഷാജി കുമാറിന്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. സുഹൃത്തുക്കളെ, വിശിഷ്ട അതിഥികളെ, ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയ വിശിഷ്ട അതിഥികളെ, ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കടയ്ക്കൽ മേഖലയിലെ ട്രഷറായ നന്ദി എന്റെ പേരിൽ അറിയിക്കുന്നു. ഓണാശംസകൾ.